ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് റിട്ടേൺ ഓഫ് മാദ്ര എന്ന ഫാൻ മാങ്കയുടെ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ഗൈസ് എനിക്കറിയാം വിചാരിച്ചതുപോലെ എനിക്ക് വീഡിയോയും കാര്യങ്ങളും പ്രോപ്പറായി ചെയ്യാൻ കഴിയുന്നില്ല. ഐ എം റിയലി സോറി. മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ടാണ് വിചാരിച്ചതുപോലെ വീഡിയോ ചെയ്യാൻ കഴിയാതിരുന്നത്. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് റെഡിയാകും. അത് കഴിഞ്ഞ് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിന്റെ അവസാനം നമ്മുടെ മാദ്ര ഇഷിക്കി ഒട്ടുട്സുകയെ കണ്ടുമുട്ടുന്നതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഇഷിക്കിയെ കണ്ട നമ്മുടെ മാദ്രയാണെങ്കിൽ എന്നാൽ തുടങ്ങിയാലോ എന്ന് പറയുമ്പോൾ ഇഷിക്കി തിരിച്ചു പറയും, നീ ഒരു ഹ്യൂമൺ അല്ലേ, നിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് എനിക്കെന്ത് കിട്ടാനാ. എന്നാൽ മാദ്ര ഒട്ടും സമയം കളയാതെ തന്റെ ഗൺ ബൈ എടുത്ത് അവനെ അടിക്കാൻ വേണ്ടി തുടങ്ങും. അതായത് തുടക്കത്തിൽ ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ഫൈറ്റ് തന്നെ. കാരണം മാദ്ര ഇപ്പോൾ എർത്തിൽ വന്നത് തന്നെ ഇവനെ തീർക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇഷിക്കിയും ചില്ലറക്കാരനല്ല, ഒരു ഒട്ടുട്സുക്കിയാണ്. മാദ്രയുടെ അറ്റാക്കിൽ നിന്നും ഈസിയായി ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ മാദ്ര അറ്റാക്ക് ചെയ്യുന്നതിന് ഇടയിലാണ് തന്റെ ആ ഒരു ഗൺ ബൈ പെട്ടെന്ന് ചെറുതാകുന്നു. അങ്ങനെ ഇത് കാണുന്ന മാദ്രയും ഷോക്കാകുന്നു. ഇത് ചെറുതായോ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ ചെറുതായി എന്ന് ആലോചിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് മാദ്ര അവന്റെ കണ്ണ് ശ്രദ്ധിക്കുന്നത്. അവന്റെ ഒരു കണ്ണ് ബ്യാക്കുഗനാണ്. എന്നാൽ അവന് ബ്യാക്കുഗൻ വെച്ച് ഇതൊരിക്കലും ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഇഷുക്കി പിന്നെയും തന്റെ പവേഴ്സ് വെച്ച് ബ്ലാക്ക് റോഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മാദ്രയെ അടിക്കാൻ വേണ്ടി തുടങ്ങും. ഇഷുക്കി ആണെങ്കിൽ മാദ്ര ജസ്റ്റ് ഒരു ഷിനോബി അല്ലേ എന്ന രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്കല്ലേ അറിയില്ലോ മാദ്ര ചില്ലറക്കാരനല്ല എന്ന്. അങ്ങനെ നമ്മുടെ മാദ്ര ഇഷിക്കിയുടെ ഫൈറ്റ് ചെയ്ത് ഇഷിക്കിയുടെ പവേഴ്സും മൂവ്സും ടെക്നിക്കും ഒക്കെ ഏകദേശം മനസ്സിലാക്കി എടുക്കുന്നു. അങ്ങനെ മാദ്രയാണെങ്കിൽ ഒരു ക്ലോണിനെ വെച്ച് വുഡ് റിലീസ് വെച്ച് നമ്മുടെ ഇഷിക്കിയെ ലോക്ക് ചെയ്ത് ബ്ലാക്ക് റോഡ് തറച്ചിട്ടുള്ള ആ ഒരു ക്ലോൺ ആണെങ്കിൽ ഇഷിക്കിയുടെ നേരെ ഓടി വരുന്നു. എന്നാൽ ഇഷിക്കിയാണെങ്കിൽ സുക്കുനായിക്കോൺ വെച്ച് മാദ്രയുടെ ബോഡിയിലുണ്ടായ ആ ഒരു ബ്ലാക്ക് റോഡ്സും ചെറിയ ആണിയുടെ രൂപത്തിൽ ചെറുതാക്കുന്നു. അങ്ങനെ മാദ്രയും കൺഫേം ചെയ്യുന്നു അവന്റെ റൈറ്റ് ഐ വെച്ചാണ് ഇതൊക്കെ അവൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഇഷിക്കി തന്റെ മറ്റൊരു പവർ പുറത്തെടുക്കുന്നത്. ഇഷിക്കി മുകളിൽ നിന്നും ആ ഒരു ക്യൂബ്സ് ഒക്കെ സമൺ ചെയ്ത് മാദ്രയുടെ മുകളിൽ വീഴുന്ന രീതിയിലാണ് ഇവിടെ അവസാനം കാണിക്കുന്നത്. അങ്ങനെ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നടക്കുന്ന സംഭവം ഇവിടെ കാണിക്കുന്നു. ഒരു ഫോറസ്റ്റിൽ ഒരുത്തനെ പിടിച്ച് അവൻ എങ്ങോട്ടേക്കോ കൊണ്ടുപോവുകയാണ്. അവനോട് ഓരോ കാര്യങ്ങളായി ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു പെണ്ണ് പറയും, ഞാൻ നിന്നെ പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്യലാണ് എന്റെ പണി, എന്നാൽ നീ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് നിനക്ക് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പെണ്ണ് അവനെ വിരട്ടാൻ വേണ്ടി തുടങ്ങും. ലോർഡ് 7 എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ആ ഒരു പെണ്ണിന്റെ കണ്ണ് കാണിക്കുന്നു. അപ്പോൾ തന്നെ ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉച്ചിഹയാണ്. അങ്ങനെ അവൻ ഒന്നും പറയാത്തത് കണ്ട് അവൾ ആ ഒരു കത്തി പുറത്തെടുക്കുന്നു. അതായത് നറൂട്ടോ പോയതിന് ശേഷം ഇവിടെ ഉണ്ടായ ആൾക്കാരൊക്കെ സെപ്പറേറ്റ് ആയി ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഒരാളെയാണ് ആ ഒരു പെണ്ണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവനോട് ഡയറക്റ്റ് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. അപ്പോൾ ആ ഒരു പെണ്ണ് തിരിഞ്ഞു നോക്കുമ്പോഴതാ മറ്റാരുമല്ല നമ്മുടെ സാസ്കി ഉച്ചിഹയാണ് പുറകിലുള്ളത്. അപ്പോൾ ഈ ഒരു ഫീമെയിൽ ഉച്ചിഹ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സാസ്കിയുടെ ഡോട്ടറാണ്. അതായത് സാറയുടെ അല്ല, സാസ്കിയുടെ രണ്ടാമത്തെ മകൾ നറീറ ഉച്ചിഹ. അവൾക്കും ഷെറിഗൺ അവേക്കൺ ആയിട്ടുണ്ട്. നമ്മുടെ സാസ്കി ആണെങ്കിൽ നറൂട്ടോ ഡിസപ്പിയർ ആയത് തൊട്ട് അവൻ എവിടെയാണ് ഉള്ളത് അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. ഇതിനു വേണ്ടിയാണ് സാസ്കയുടെ മകളും സാസ്കിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ഇഷിക്കി വാസസ് മാദ്ര എന്ന ഫൈറ്റ് കാണിക്കുന്നു. ഇവിടെ നേരത്തെ നമ്മുടെ മാദ്ര ആ ഒരു ക്യൂബിനുള്ളിൽ പെട്ടുപോയി മാദ്ര അതിനുള്ളിൽ ഞെരുങ്ങാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇഷിക്കിക്ക് മനസ്സിലാകുന്നത് അത് റിയൽ മാദ്രയല്ല, മാദ്രയുടെ ഒരു വുഡൻ ക്ലോൺ ആണ്. ഇത് മനസ്സിലാക്കി ഇഷിക്കി ആണെങ്കിൽ ക്ലോണിൽ തന്നെ വുഡൻ ക്ലോൺ ക്രിയേറ്റ് ചെയ്യാമെന്ന വിഷയം ഇഷിക്കി അനലൈസ് ചെയ്യുന്നു. നീ വിചാരിച്ചതുപോലെയല്ല, പവർഫുൾ ആണ്. എന്നാൽ നീ ഇത് വെച്ച് എത്ര സമയം എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനാ, ഞാനൊരു ഗോഡാണെന്ന് ഇഷിക്ക് മനസ്സിൽ പറയുന്നു. ഓക്കെ, ഇനി നിന്റെ പ്ലാൻ എന്താ, ഈ ഒരു വുഡ് സ്റ്റൈൽ വെച്ച് നീ എന്നെ അറ്റാക്ക് ചെയ്യാനാണോ പരിപാടി എന്ന് പറയുമ്പോൾ മാദ്രയാണെങ്കിൽ ആ ഒരു പ്ലേസ് മുഴുവൻ ഡീപ്പ് ഫോറസ്റ്റ് ജുട്സ് വെച്ച് അവിടെ ഒരുപാട് മരങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് വലിയൊരു ഫോറസ്റ്റ് പോലെ അവിടെ ആക്കി. മാദ്രയ്ക്ക് ഈ ഒരു ലെവലിൽ വുഡ് സ്റ്റൈൽ യൂസ് ചെയ്യാനുള്ള കാരണം മാദ്രയുടെ ബോഡിയിൽ നമ്മുടെ ഹാഷിരാമ സെൽസ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ആ ഒരു പ്ലേസ് മുഴുവൻ ഫോറസ്റ്റ് പോലെ ആയതിനാൽ ഇഷിക്ക് അവിടെ നിന്നും ഓടി ഒളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ അവിടെയുള്ള വുഡ്സ് ആണെങ്കിൽ ഇഷിക്കെ ചേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അതായത് ഇവിടെ മാദ്രയാണെങ്കിൽ ഹാഷിരാമയുടെ ലെവലിലാണ് വുഡ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഇഷിക്കി ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി മുകളിലോട്ട് പോകുമ്പോൾ ആ ഒരു വുഡ്സ് പിന്നെയും മുകളിലോട്ട് തന്നെ ചേസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വുഡ്സ് നമ്മുടെ ഇഷിക്കിയെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയത്തതാ പെട്ടെന്ന് മാദ്ര സൈഡിൽ വന്ന് ഇഷിക്കിയുടെ ഫേസിൽ അല്ലെങ്കിൽ ഇഷിക്കിയുടെ കണ്ണിൽ കൈവച്ച് ഒരു സീലിംഗ് ജിറ്റ്സ് വെച്ച് തന്റെ പവേഴ്സ് ഒക്കെ സീൽ ചെയ്ത് വെക്കുന്നു. എന്നാൽ ഈ സമയം നമ്മുടെ ഇഷിക്കിയും വെറുതെ ഇരിക്കില്ല. ഒരു ബ്ലാക്ക് കളർ
എനർജി സ്പിയർ വെച്ച് മാദ്രയെ അടിച്ചു തെറിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ മാദ്ര വീഴുന്നതിനിടയിലാണെങ്കിൽ മാദ്ര സുസനോയും ആക്ടിവേറ്റ് ചെയ്ത് വീഴുന്ന സമയത്ത് അത്രയധികം ഡാമേജ് ഒന്നും ഉണ്ടാകുന്നുമില്ല. അങ്ങനെ ഇപ്പോൾ മാദ്രയാണെങ്കിൽ ഇഷിക്കിയുടെ ആ ഒരു കണ്ണ് സീൽ ചെയ്തു വെച്ചു. അങ്ങനെ മാദ്ര പറയും, ഇത് ഞാൻ പണ്ട് എന്റെ കണ്ണ് ഞാൻ മറ്റൊരുത്തിന് കൊടുത്തപ്പോൾ അവനത് എനിക്ക് അഗൈൻസ്റ്റ് ആയി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സീൽ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു ജുഡ്സു ആണിത്. അന്ന് എനിക്കത് യൂസ് ആയിട്ടില്ലെങ്കിലും ഇപ്പോഴാണ് എനിക്കത് യൂസ് ചെയ്യാൻ കഴിഞ്ഞത്. ഇത് സംഭവം ആരെ പറ്റിയാണ് പറയുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ മാദ്ര ഒബിറ്റോക്ക് റെനിഗൺ കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ മാദ്ര മനസ്സിൽ പറയാൻ തുടങ്ങും, ഇവന്റെ പവേഴ്സ് ഡിഫറന്റ് ആണ്. ആ ഒരു സീലിംഗ് ജുഡ്സും ടെമ്പററി ആയിട്ടുള്ള ഒന്നാണ്. ആ ഒരു സീൽ ബ്രേക്ക് ചെയ്യുന്നതിനുടൻ തന്നെ ഇവനെ വേഗം തന്നെ അങ്ങ് തീർക്കണം. അപ്പോഴാണ് മാദ്രയുടെ ബോഡിയിൽ നിന്നും പെട്ടെന്ന് പെയിൻ വരാൻ വേണ്ടി തുടങ്ങും. അതായത് നമ്മുടെ മാദ്രയുടെ ബോഡി ശരിക്കും റിക്കവർ ആയില്ല. ഇപ്പോൾ നമ്മുടെ ഇഷിക്കിയെ നോക്കിക്കഴിഞ്ഞാൽ ഇഷിക്കിക്ക് ഇപ്പോൾ ടോഡ് ജുഡ്സു ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു കണ്ണ് ബ്ലൈൻഡ് ആയി പോയി. ഇഷിക്കി ആണെങ്കിൽ ഇവിടെ ഷോക്ക് ആയിട്ടാണ് ഉള്ളത്. ഒരു ഹ്യൂമൻ എങ്ങനെ ഇത് സീൽ ചെയ്യാൻ കഴിഞ്ഞു? അങ്ങനെ ഇഷിക്കി ഇവിടെ ചോദിക്കും, ഇൻ കേസ് ഞാൻ ഈ ഒരു ബാറ്റിൽ മരിച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എന്റെ പോർട്ടൽ എങ്ങനെ മനസ്സിലാക്കി നീ ഇവിടെ എത്തി എന്ന് ചോദിക്കുന്നു. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എത്തി എന്ന കാര്യം നിനക്ക് സർപ്രൈസ് ആയി മനസ്സിലാകുമെന്ന് പറയുന്നു. തുടക്കം തൊട്ട് നീ ഡോഡ്ജുട്സു വെച്ചാണ് എന്നെ ഫൈറ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്റെ കണ്ണ് തന്നെ അങ്ങ് സീൽ ചെയ്ത് വെച്ചു. നിന്നിൽ നിന്നും ഞാൻ ഒരുപാടധികം പ്രതീക്ഷിച്ചു. എന്നാൽ നീയും എനിക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആണെന്ന് മാദ്ര പറയുന്നു. അപ്പോൾ തന്നെ ഇഷിക്ക് ദേഷ്യത്തിൽ, എനിക്ക് ഡോഡ്ജുട്സു ഇല്ലെങ്കിലും ഞാനൊരു ഒട്ടുട്സുകിയാണ്. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള സീലിംഗ് അല്ലേ, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന് നമ്മുടെ ഇഷിക്ക് പറയുന്നു. അപ്പോഴതാ നമ്മുടെ മാദ്രയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു റിനിഗൻ പവർ വെച്ച് അസുരാപാത്ത് യൂസ് ചെയ്ത് ചെയിൻസോ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു ഫാൻ മാങ്കിലെ ഒരു കിഡിലൻ മൂവ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ നറൂട്ടോ സീരീസിൽ ഈ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതാണ്. അതായത് ഞാൻ ഒന്ന് ചുരുക്കി പറയാം, നിങ്ങൾക്ക് ഒരുപക്ഷെ ഡൗട്ട് ഉണ്ടാകാം പെട്ടെന്ന് മാദ്ര എങ്ങനെ ചെയിൻസോ ക്രിയേറ്റ് ചെയ്തു എന്ന്. അതായത് നമ്മുടെ നഗട്ടോ ഉസുമാക്കിയില്ലേ, പുള്ളിക്കാരൻ റെനിഗൺ വെച്ച് 6 പെയിനെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഓരോ പെയിനും യൂസ് ചെയ്യുന്ന പവർ ഇല്ലേ, ആ ഒരു പവർ നമ്മുടെ റെനിഗൺ യൂസറിനെ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുവരെ ഒരു ഉച്ചിഹയും ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുമില്ല. എന്നാൽ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ മാദ്ര അസുരാപാത്ത് വെച്ച് ഈ ഒരു ചെയിൻസോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെനിക്ക് വളരെയധികം അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെ ചെയിൻസോ വെച്ച് നമ്മുടെ മാദ്രയാണെങ്കിൽ ഇഷിക്കിയുടെ അടുത്തേക്ക് ചാടി വരുന്നു. അങ്ങനെ അത് വെച്ച് ഇഷിക്കിയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷിക്കിയും ഈസി ആയിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് മാദ്ര ഒരു ജുഡ്സു യൂസ് ചെയ്യുന്നു. അതായത് മാദ്ര വാറാർക്കിന്റെ ടൈമിൽ യൂസ് ചെയ്ത ഒരു ജുഡ്സു ആണ് നമ്മുടെ ട്രൂത്ത് സീക്കിംഗ് ഓർബില്ലേ, അതുവരെ ക്രാഷ് ചെയ്യാൻ ഈ ഒരു ജുഡ്സു വെച്ച് കഴിയും. എന്നാൽ നമ്മുടെ ഇഷിക്കിയാണെങ്കിൽ അതിൽ നിന്നും ഓടി ഒളിക്കുന്ന സമയത്ത് ഓൾറെഡി ആ ഒരു പ്ലേസ് മൊത്തം വുഡ് സ്റ്റൈൽ വെച്ചാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു വുഡ്സ് വെച്ച് നമ്മുടെ ഇഷിക്കിയെ പിന്നെയും പിടിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇഷിക്കിക്കാണെങ്കിൽ ഓടി ഒളിക്കാനും കഴിയുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ മാദ്ര സ്റ്റോം റിലീസ് വെച്ച് ഇഷിക്കിയെ അറ്റാക്ക് ചെയ്യുകയും ഇഷിക്കിയുടെ ആ ഒരു കൊമ്പിന് കൊണ്ട് അത് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ ദേഷ്യം വന്ന ഇഷിക്കിയാണെങ്കിൽ പെട്ടെന്നൊന്ന് അവിടെ കാസ്റ്റ് ചെയ്യുന്നു. ആ ഒരു സ്ഥലം മുഴുവനായും വിറക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴതാ പെട്ടെന്ന് അവിടെ വലിയൊരു സംഭവം ക്രിയേറ്റ് ആകുന്നു. ഇത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദൈതര യൂസ് ചെയ്യുന്ന ഒരു ജുഡ്സുല് ഒരു വലിയൊരു ബ്ലാസ്റ്റ്. അപ്പോൾ അതുപോലൊരു വലിയ സംഭവം നമ്മുടെ ഇഷിക്കി ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് ഇഷിക്കി ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു പ്ലാനറ്റ് മുഴുവൻ വുഡ്സ് വെച്ചാണ് നിറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായും തകർക്കാൻ വേണ്ടിയാണ് ഇത്ര വലിയൊരു സംഭവം നമ്മുടെ ഇഷിക്കി ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞില്ലേ, ഷീരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ, പുള്ളിക്കാരൻ വരെ ഇത് സെൻസ് ചെയ്യുന്നു. അങ്ങനെ അവൻ പറയാൻ തുടങ്ങും, ഇതാണല്ലേ യഥാർത്ഥ ഒട്ടുട്സുക്കിയുടെ പവർ എന്നൊക്കെ പറഞ്ഞ് ഇഷിക്കിയെ അനലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ആ ഒരു ബ്ലാസ്റ്റിൽ നമ്മുടെ മാദ്ര ഇല്ലാതായോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. മാദ്രയാണെങ്കിൽ സുസനോ ആക്ടിവേറ്റ് ചെയ്ത് തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പാർട്ടും ഇവിടെ അവസാനിക്കുന്നു ഗൈസ്. അപ്പോൾ അടുത്ത പാർട്ട് നമ്മൾ കഴിയാവുന്നത്ര വേഗത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കുറച്ച് സമയം എടുത്തുപോയി, റിയലി സോറി. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.